കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് മാറിക്കഴിഞ്ഞു. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന ഇടതുമുന്നണിയെ തറപറ്റിച്ച് അധികാരം തിരിച്ചുപിടിക്കാനുള്ള ജീവൻ മരണ പോരാട്ടത്തിലേക്ക് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് വെറും 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൃത്യമായ ആസൂത്രണത്തോടെയും മൂർച്ചയേറിയ പ്രചാരണായുധങ്ങളോടെയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു വൻ രാഷ്ട്രീയ നീക്കത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള പ്രചാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി UDF സ്വീകരിച്ചു പോരുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും വ്യക്തിപരമായും രാഷ്ട്രീയപരമായും കടന്നാക്രമിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം പരമാവധി വോട്ടാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. ഇതിനായി അവർ പ്രധാനമായും ആയുധമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുൻകാല പെരുമാറ്റങ്ങളും പ്രസ്താവനകളുമാണ്. പ്രത്യേകിച്ചും 2017 ജൂലൈ 21-ന് തിരുവനന്തപുരത്ത് BJP നേതാക്കളുമായുള്ള സമാധാന ചർച്ചയ്ക്കിടെ മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി ആക്രോശിച്ച കടക്കുപുറത്ത് എന്ന പ്രയോഗം വീണ്ടും സജീവ ചർച്ചയാക്കാൻ UDF തീരുമാനിച്ചിരിക്കുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തെ ഭരണാധികാരിക്ക് ചേരാത്ത രീതിയിലുള്ള പെരുമാറ്റമാണിതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് UDF ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ അടുത്തിടെ മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം പോലും പ്രതിപക്ഷം തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുന്നു. വിളിക്കാത്ത സ്ഥലത്ത് പോയിരുന്നാൽ ഇറങ്ങിപ്പോകാൻ പറയും എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന്റെ അടയാളമാണെന്നാണ് UDF പ്രചരിപ്പിക്കുന്നത്. വിവാദങ്ങളുടെ വേലിയേറ്റം ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ നിരവധി അഴിമതി വിവാദ വിഷയങ്ങളാണ് UDF-ന്റെ കൈവശമുള്ളത്. അതിൽ പ്രധാനപ്പെട്ടവ ഇവയാണ്: ശബരിമല സ്വർണ്ണക്കൊള്ള. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സ്വർണ്ണക്കൊള്ള ആരോപണങ്ങൾ ഭക്തർക്കിടയിൽ സർക്കാരിനെതിരെയുള്ള വികാരമായി മാറ്റാൻ UDF ശ്രമിക്കും. വിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വൈകാരികമായ നീക്കമാണിത്. അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടും പ്രചാരണ വിഷയമാകും. അതോടൊപ്പം PM ശ്രീ വിവാദം. വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടും പ്രചാരണ വിഷയമാകും. ആന്റണി രാജുവിനെതിരായ കേസ്. മുൻ മന്ത്രി ആന്റണി രാജു ഉൾപ്പെട്ട കേസിലെ കോടതി പരാമർശങ്ങൾ സർക്കാരിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യാൻ UDF-നെ സഹായിക്കുന്നുണ്ട്. ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായ വ്യക്തിയെ മന്ത്രിസഭയിൽ സംരക്ഷിച്ചുവെന്നത് ഗൗരവകരമായ ആരോപണമായി പ്രതിപക്ഷം ഉയർത്തും. CPM-BJP ഡീൽ രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തായി UDF ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണമാണ് CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര. സംസ്ഥാനത്ത് BJP 3ാം ശക്തിയായി വളരുന്നത് UDF-ന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടിയാണെന്നും ഇതിന് CPM രഹസ്യ സഹായം നൽകുന്നുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളിൽ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ലഭിക്കുന്നത് ഈ ഡീലിന്റെ ഭാഗമാണെന്നാണ് UDF-ന്റെ വാദം. സ്വർണ്ണക്കൊള്ളയിൽ BJP പുലർത്തുന്ന മൗനവും പകരം CPM കേന്ദ്ര സർക്കാരിനോട് സ്വീകരിക്കുന്ന മൃദു സമീപനവും തിരഞ്ഞെടുപ്പ് റാലികളിൽ സജീവ ചർച്ചയാകും. BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ ഈ ഡീൽ രാഷ്ട്രീയം തുറന്നു കാട്ടേണ്ടത് UDF-ന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അതോടൊപ്പം സതീശന്റെ പടയോട്ടം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന കേരള യാത്ര ഫെബ്രുവരി 6-ന് ആരംഭിക്കും. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള UDF-ന്റെ ഏറ്റവും വലിയ ജനസമ്പർക്ക പരിപാടിയായിരിക്കും ഇത്. കേരളത്തിലുടനീളം സഞ്ചരിച്ച് സർക്കാരിന്റെ പരാജയങ്ങൾ എണ്ണിപ്പറയുക എന്നതാണ് യാത്രക്കാരുടെ ലക്ഷ്യം. വിലക്കയറ്റം, കാർഷിക പ്രതിസന്ധി, പെൻഷൻ കുടിശ്ശിക തുടങ്ങിയ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ യാത്രയിൽ ചർച്ചയാകും. ഘടകകക്ഷികൾക്കിടയിലെ ഭിന്നതകൾ പരിഹരിക്കാനും അണികളെ ആവേശഭരിതരാക്കാനും ഈ യാത്ര ഉപകരിക്കുമെന്ന് നേതൃത്വം കരുതുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ മാതൃക സമീപകാലത്ത് ഹിമാചൽ പ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേടിയ വിജയം UDF-ന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അവിടെയെല്ലാം ഭരണത്തലവന്മാർക്കെതിരെ കൃത്യമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. ഇതേ മാതൃകയിൽ പിണറായി വിജയൻ എന്ന ബിംബത്തെ തകർക്കുക വഴി ഇടതുപക്ഷത്തിന്റെ കരുത്ത് ചോർത്താമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. വികസനത്തെക്കാൾ ഉപരിയായി ഭരണകൂടത്തിന്റെ വീഴ്ചകളും മുഖ്യമന്ത്രിയുടെ ശൈലിയും രാഷ്ട്രീയമായ ഒത്തുകളികളും ചർച്ചയാകുന്ന ഒരു തിരഞ്ഞെടുപ്പിലേക്കാണ് കേരളം നീങ്ങുന്നത്. കടക്കുപുറത്ത് എന്ന ഒരൊറ്റ വാചകം ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി ഭരണവിരുദ്ധ വികാരത്തിന്റെ കാറ്റേറ്റ് അധികാരം പിടിച്ചെടുക്കാമെന്ന UDF-ന്റെ മോഹം എത്രത്തോളം വിജയിക്കുമെന്ന് വരും മാസങ്ങൾ തെളിയിക്കും. CPM-ന്റെ സംഘടനാ ശക്തിയെ നേരിടാൻ ആരോപണങ്ങളുടെയും ജനകീയ സമരങ്ങളുടെയും കൂട്ടുപിടിച്ചാണ് UDF ഇത്തവണ കളത്തിലിറങ്ങുന്നത്.